ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനോദ് മയൂരിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ. മയൂരിയാണെന്നുള്ള പേടിച്ച് വെച്ച് സത്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ കൈലാസമാണെന്നുള്ള കാര്യം വിനോദിന് മനസ്സിലാവാണ്. അങ്ങനെ അത് ഇഷിതിനെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അതേ സമയം നമ്മുടെ ആകാശും രചനയാണെന്നുണ്ടെങ്കിൽ ജഡ്ജിനെ ചെന്ന് നേരിട്ട് കാണുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ചിപ്പി ഇപ്പോൾ രണ്ട് വീട്ടിലും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അനാഥരെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ദയവേത് എൻ്റെ മോളെ എനിക്ക് തിരിച്ചു തരണമൊക്കെ അപേക്ഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജഡ്ജി അത് വിശ്വസിക്കുകയാണ്. അങ്ങനെ അന്വേഷണം നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഒരാൾ ചിപ്പിയുടെ ഫ്ലാറ്റിലേക്ക് വരികയാണ് കേട്ടോ. അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ ഇഷിതയുടെ ഫ്ലാറ്റിലും മഹേഷ് ഈ ഫ്ലാറ്റിലാണെന്ന് മനസ്സിലാവാണ്. അപ്പം രണ്ടിടത്തും ഇല്ലാതെ കുട്ടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കല്ലേ, ഇങ്ങനെ ആയാൽ ശരിയാവില്ല, കുട്ടീനെ അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് തീരുമാനം ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ പറയാം കേട്ടോ. അതിന് പറയണ കേൾക്കുമ്പോൾ തന്നെ ഇവർ ആകെ പേടിക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചിപ്പിയും ഇഷിതയും തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂലാത്ത സാഹചര്യമാണ് ഇപ്പോൾ. കാരണം ചിപ്പിനെ ഉപേക്ഷിച്ചിട്ടെന്നുള്ള രീതിയിൽ, മഹേഷിനെ ഉപേക്ഷിച്ചിട്ടുള്ള രീതിയിൽ പോയി കളഞ്ഞില്ലേ ഇഷിത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇഷിതനെ ഇങ്ങോട്ട് തിരിച്ചു കയറ്റാനും സ്വപ്നവലിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വപ്നവലി ഇങ്ങനെ പറയുകയാണ്, ചിപ്പി മോളെ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് പറയുകയാണേ. ഇതേ സമയം ഇഷിതയും മഹേഷും കൂടിയിട്ട് ചിപ്പിയുടെ ഒരു കാര്യത്തിൽ അവർ രണ്ടുപേരും ഒറ്റക്കെട്ടായിരുന്നു. ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അങ്ങനെ അന്വേഷിക്കാനായിട്ട് ചിപ്പിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നിയമിക്കുമ്പോൾ മഹേഷും ഇഷിതയും കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് രണ്ടുപേരും കൂടെ കൂടിയിട്ട് ചിപ്പിനെ കൊണ്ട് പാർക്കിൽ പോകുകയും സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് ഉല്ലസിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അത് അന്വേഷിക്കാൻ വന്ന ആളത് കാണുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാവാണ്, ഇല്ല ഇത് ആരോ നോണായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, രചന നോണ വന്ന് പറഞ്ഞതാണ്. ഇവർ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവർ സന്തോഷത്തിൽ തന്നെയാണെന്ന് മനസ്സിലാവാണ്. അങ്ങനെ അവർ അന്വേഷിക്കാൻ വന്ന ആൾക്കാർ തിരിച്ചു പോവുകയാണ്. ഇതേ സമയം ഇഷിതയാണെന്നുണ്ടെങ്കിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. മഹേഷ് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു, താൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇഷിതയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, ഇല്ല ഇനിയൊരു ഭാഗ്യപരീക്ഷണത്തിൽ ഞാനില്ല, ഇനി ഞാനും മഹേഷും തമ്മിൽ ഒരുമിച്ച് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇഷിത പോകുകയാണ് കേട്ടോ. മഹേഷിനെ പിരിഞ്ഞിട്ട് മഹേഷ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇഷിത ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ തെറ്റിദ്ധരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളെ എനിക്ക് വേണ്ടാന്ന് എന്നെ പറഞ്ഞിട്ട് പോവുകയാണ്. ഇതേസമയം ആദിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. കാരണം ആദിക്ക് ഇഷിതയോട് മനസ്സുകൊണ്ടൊരു സ്നേഹം തോന്നുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ അമ്മയാണ് ഇഷിത എന്നുള്ളൊരു കാര്യം ആദിക്ക് മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അത് ആദി രചനയോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അവർ ഉപദ്രവിക്കാൻ നിൽക്കേണ്ട ഒരു പാവ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ രചന ആദ്യം അടിക്കാനൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട്. ആകാശ് പറഞ്ഞിട്ട്, ഇല്ല താൻ അവനെ ഒന്നും ചെയ്യേണ്ട, അവൻ എന്താണെന്ന് അറിയില്ല, എന്തായാലും താൻ പറഞ്ഞതുപോലെ ഇഷിത അവൻ്റെ അമ്മയാണെന്നുള്ളൊരു തോന്നൽ അവൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ ചികിത്സിച്ചത് ഇഷിത തന്നെയായിരിക്കും, അതുകൊണ്ടാണ് ഇഷിത ഇത്രയും ഉറപ്പിച്ച് ആദ്യം തിരികെ പിടിക്കുന്നുള്ളത് പറഞ്ഞതെന്നൊക്കെ രചനയ്ക്കും ആകാശിനൊക്കെ മനസ്സിലാവാണേ. അപ്പോൾ ആദ്യക്കാണെന്നുണ്ടെങ്കിൽ ഇഷിതയുടെ അടുത്തേക്ക് പോകണം, ഇഷിതയുടെ കൂടെ ജീവിക്കണം, ഇഷിതയെ അമ്മനായിട്ട് സ്നേഹിക്കണം എന്നൊക്കെ തോന്നി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രമോലൊക്കെ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.